ഹലോ എവരിവൺ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ആണ്. ഈ ചാപ്റ്ററിന്റെ ഏത് ഭാഗത്താണ് എത്തി നിൽക്കുന്നത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെനറ്റിക് മെറ്റീരിയലിന്റെ ഡിസ്കവറി, ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് നമുക്ക് അൺഇക്യുവോക്കലി പറയാൻ പറ്റുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് എല്ലാവരുടെയും സംശയമായിരുന്നു പ്രോട്ടീൻ ആണോ അതോ DNA ആണോ ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്, അല്ലേ? പക്ഷെ ഹെർഷെ ആൻഡ് ചേസിന്റെ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് വഴി നമ്മൾ കണ്ടെത്തി അൺഇക്യുവോക്കലി നമുക്ക് പറയാൻ പറ്റും DNA ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. ശരിയാണല്ലോ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വൈറസുകളിൽ DNA അല്ല ജെനറ്റിക് മെറ്റീരിയൽ, ഒരുപാട് വൈറസുകളിൽ RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളുണ്ട്. ശരിയാണല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യൂബി ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞ വൈറസ്, ക്യൂബി ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞ വൈറസിൽ RNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. അതേപോലെ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ് അല്ലേ, TMV എന്ന് പറയും. ഇനിയിപ്പോ കൊറോണ വൈറസിലാണെങ്കിലും HIV-യിലൊക്കെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിലും DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. പക്ഷെ ചില ആളുകളിൽ വൈറസുകളിലൊക്കെ RNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് DNA പ്രിഡോമിനന്റ് ജെനറ്റിക് മെറ്റീരിയൽ ആവാനുള്ള കാരണം എന്നാണ്. അപ്പോ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന്റെ എത്രയോ മുന്നേ തന്നെ ജെനറ്റിക് മെറ്റീരിയൽ ആവുന്ന ആ ഒരു മോളിക്യൂളിന് വേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ അന്നത്തെ സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാണ്. ഒരാള് എങ്ങനെയായിരിക്കണം എന്നുള്ള ജെനറ്റിക് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്? സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ആണ്. എങ്ങനെയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതാണ് നമ്മളുടെ ഒരു സെല്ല് എങ്കിൽ അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. അതിൻ്റെ അകത്താണ് DNA ഉണ്ടാവുക. ഈ DNA-യിലാണ് ജീനുകൾ ഉള്ളത്. ശരിയാണല്ലോ. ഈ ജീൻ എന്ന് പറയുന്നത് ഐ കളർ ജീൻ ആണെന്ന് വിചാരിക്കാം. ഐ കളർ ജീനാണ്. അപ്പൊ എന്റെ ഐ കളർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈ ജീനിലാണ്, അതായത് DNA-യിലാണ്. അതേപോലെ ഏതെങ്കിലും ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം, എക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ കോഡ് ചെയ്യുന്നത് DNA-യിലാണ്. അതായത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ള ഐഡിയ ആദ്യം തന്നെ, അതായത് ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെങ്കിൽ DNA ആണ് RNA ആണെന്നൊക്കെ അറിയുന്നതിന്റെ മുന്നേ തന്നെ സയന്റിസ്റ്റുകൾക്ക് അറിയാം ജെനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ജെനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം, അല്ലേ? സ്റ്റേബിൾ ആയിരിക്കണം. സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. കാരണം എന്താ? ജെനറ്റിക് മെറ്റീരിയലാണ് ഒരാൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം അയാൾക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകുന്ന ഓർഗാനിസംസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലൈഫ് സൈക്കിളിലും ഈ പറയുന്ന ജെനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം. മാറ്റം വരാൻ പാടില്ല. ഏജ് ആവുന്നതിനനുസരിച്ച് മാറ്റം വരാൻ പാടില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ചേഞ്ച് വരുമ്പോഴും ജെനറ്റിക് മെറ്റീരിയൽ സെയിം ആയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ഈ ജെനറ്റിക് ഇൻഫർമേഷൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ജെനറ്റിക് ഇൻഫർമേഷൻ അടങ്ങിയ ജെനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റേബിൾ, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ മോളിക്യൂൾ ആയിരിക്കണം ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ള ധാരണ അന്ന് സയന്റിസ്റ്റുകൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെല്ലിന്റെ അകത്താണ് ജെനറ്റിക് മെറ്റീരിയൽ ഉള്ളത്. ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഗ്രോത്തിന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം മയോസിസ്, അല്ലെ? പ്രോജനീസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിഡക്ഷൻ ഡിവിഷൻ ആണ് മയോസിസ് എന്ന് പറയുന്നത്. ഈ മയോസിസ് ആവുമ്പോഴും അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയുള്ള മൈറ്റോസിസ് സെൽ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടാവുമ്പം നോക്ക്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവുമ്പം ഈ 2 സെല്ലിന്റെ അകത്തേക്കും എത്തേണ്ടതായിട്ടുണ്ട്? ജെനറ്റിക് മെറ്റീരിയൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം സയന്റിസ്റ്റുകൾക്ക് ഇത് ന്യൂക്ലിയിക് ആസിഡ് ആണ് എന്ന് മനസ്സിലാവുന്നതിന്റെ മുന്നേ തന്നെ അറിയാം ജെനറ്റിക് മെറ്റീരിയലിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം.
റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം എന്നുള്ളത് ആദ്യം തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പൊ ജനറ്റിക് മെറ്റീരിയലിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്, സ്വന്തം കോപ്പി ഉണ്ടാവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു സ്പീഷീസിന്റെ അകത്ത് തന്നെ, ഫോർ എക്സാമ്പിൾ മനുഷ്യന്മാരുടെ അകത്ത് തന്നെ എല്ലാവരുടെയും ജനറ്റിക് മേക്കപ്പ് സെയിം ആണോ? എല്ലാവരെയും കാണാൻ ഒരുപോലെയല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഒരു സ്പീഷീസിന്റെ അകത്ത് തന്നെ ജനറ്റിക് മേക്കപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുക. അപ്പൊ വേരിയേഷൻ ഉണ്ടാവാനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്യാനും എവല്യൂഷൻ നടക്കാനുമുള്ള ഒരു സ്കോപ്പ് ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവണം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം വേരിയേഷൻസ് നടക്കണം, വേരിയേഷൻസ് ബൈ മ്യൂട്ടേഷൻ, ചേഞ്ചസ് വന്നുകൊണ്ട് വേരിയേഷൻ ഉണ്ടാവാനുള്ള ഒരു അല്ലെങ്കിൽ എവല്യൂഷൻ നടക്കാനുള്ള ഒരു സ്കോപ്പ് ആ ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ ക്യാരക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത്. സോ എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ത് ക്യാരക്ടർ ആണെന്ന് ചോദിച്ചാൽ മെൻഡീലിയൻ ലോസ്, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും ഒക്കെ ഫോളോ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് ഗ്രൂപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ സീഡ് കളർ, സീഡ് ഷേപ്പ്, ഇതെല്ലാം പീ പ്ലാന്റിന്റെ അകത്തുള്ള ആ ക്യാരക്ടേഴ്സ് എല്ലാം മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് ആണ്. സോ മെൻഡലിന്റെ ലോസ് ഫോളോ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുക. സോ എക്സ്പ്രഷൻ ഓഫ് മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവുമ്പോൾ. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ജീന്, അതായത് DNA ഒരു എക്സ്പ്രസീവ് പാർട്ടിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അയാൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് എന്തായി മാറും? ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് RNA ആയി മാറും, മെസ്സഞ്ചർ RNA mRNA ആയി മാറും. അയാളെ പിന്നെ റൈബോസോം വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവുന്നത് എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഈ പ്രോട്ടീനാണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ മെൻഡീലിയൻ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ജനറ്റിക് മെറ്റീരിയൽ ഇറ്റ്സെൽഫ് അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് 4 പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീവിയസ് ഇയർ 2016 ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു ഈ 4 പ്രോപ്പർട്ടിയാണല്ലോ ജനറ്റിക് മെറ്റീരിയലിനുള്ളത്, ഏതെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടി തെറ്റിച്ച് തരും. ആ പ്രോപ്പർട്ടി ആയിരുന്നു 2016 ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ 4 പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത്, നമുക്കറിയാം 2 ജനറ്റിക് മെറ്റീരിയലാണുള്ളത് അല്ലേ? DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസും ഉണ്ട്, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള സം വൈറസും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതായത് DNA വേഴ്സസ് RNA ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ ഓരോ പ്രോപ്പർട്ടിയും DNAക്കും RNAക്കും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റെബിലിറ്റി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ DNA ആണോ RNA ആണോ കൂടുതൽ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം DNA ആണ് RNA-നെക്കാട്ടിലും മച്ച് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിനുള്ള കാരണം 2-3 പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആ DNA-ക്ക് മോർ സ്റ്റേബിൾ ദാൻ RNA ആവാനുള്ള കാരണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതായത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഒരു എസ്ട്രെയിൻ ബാക്ടീരിയനെ എടുക്കും, എന്നിട്ട് അയാൾക്ക് ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. ഹൈ ടെമ്പറേച്ചറും പ്രഷറിലും അയാളെ ഹീറ്റ് കില്ല് ചെയ്യും. ശരിയാണല്ലോ? അപ്പം ഈ ബാക്ടീരിയ എന്തായിട്ടുണ്ട്? ബാക്ടീരിയ ഡെഡ് ആയി പോയിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ കൊടുത്തു, ബാക്ടീരിയ നശിച്ചു പോയിട്ടുണ്ട്. ശരിയാണല്ലോ? എന്നിട്ട് ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയനെ ആർ സ്ട്രെയിൻ ബാക്ടീരിയന്റെ കൂടെ ഇടുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് അയാളുടെ DNA ആർ സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് എത്തുന്നുണ്ട്.
സോ ദാറ്റ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് സ്ട്രെയിൻ ബാക്ടീരിയ. ഇതല്ലേ നമ്മൾ പഠിച്ചത്? ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ പഠിച്ചത്. അപ്പൊ നോക്ക്, ഹൈ ടെമ്പറേച്ചറിൽ എസ്ട്രെയിനെ ട്രീറ്റ് ചെയ്തപ്പോൾ പോലും അയാളുടെ ബാക്ടീരിയ എന്ന് പറഞ്ഞ സെല്ല് നശിച്ചു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ വരുന്ന സമയത്ത്, ആർ സ്ട്രെയിനിലേക്ക് വരുന്ന സമയത്ത് അയാള് വീണ്ടും അയാളുടെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച DNA അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം സ്റ്റേബിൾ ആണ് DNA എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നോക്ക്, എസ്ട്രെയിൻ്റെ അകത്തുള്ള DNA എന്ന് പറയുന്നത് നോക്ക്, ഇങ്ങനെയുള്ള DNA ആയിരിക്കും, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആയിരിക്കും. അയാളെ ഹീറ്റ് കില്ല് ചെയ്തു, ബാക്ടീരിയനെ ഹീറ്റ് കില്ല് ചെയ്തു. അപ്പം അയാളുടെ DNAക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? സ്വാഭാവികമായിട്ടും DNAന്റെ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? പക്ഷേ ആ DNA നശിച്ചു പോയിട്ടില്ല. ഫേവറബിൾ ആയിട്ടുള്ള, അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലോ ടെമ്പറേച്ചറിലേക്ക് ഇയാൾ തിരിച്ചു വരുന്ന സമയത്ത്, സോ നോക്ക് എങ്ങനെയാണ് ബോണ്ടുകൾ ഉണ്ടാവുന്നത്? എയും ടിയും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട് അല്ലേ ഉണ്ടാവുക? ജിയും സിയും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് അല്ലേ ഉണ്ടാവുക? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ പൊട്ടുമ്പോഴാണ് 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? പക്ഷേ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കുറയുമ്പോൾ, ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ 2 സ്ട്രാൻഡുകൾ അടുത്തടുത്ത് വരും. നമുക്ക് വീണ്ടും എയും ടിയും ജിയും സിയും ഒക്കെ തമ്മിൽ വീണ്ടും ബോണ്ടുകൾ ഉണ്ടാവും, ശരിയല്ലേ? അപ്പം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും DNA റിക്കവർ ചെയ്യും. അതായത് എത്രത്തോളം DNA സ്റ്റേബിൾ ആണ് എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ, അല്ലേ? അതായത് DNAന്റെ അകത്തുള്ള ജനറ്റിക് ഇൻഫർമേഷൻ എത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം RNAന്റെ അകത്തുള്ള ഷുഗർ ആണ് റൈബോസ് ഷുഗർ, അല്ലെ? DNAന്റെ അകത്തുള്ള ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഷുഗർ, ശരിയാണല്ലോ? അപ്പൊ RNAന്റെ അകത്ത് റൈബോസ് ഷുഗർ ഉണ്ട് ആൻഡ് DNAന്റെ അകത്തുള്ള പെന്റോ ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈബോസും ഡിയോക്സി റൈബോസ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഈ റൈബോസ് ഷുഗറിന്റെ 2' കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ശരിയാണല്ലോ? ഇവിടെ ഓക്സിജൻ റിമൂവ് ചെയ്തപ്പോൾ, അതായത് 2nd കാർബണിലുള്ള ഓക്സിജൻ റിമൂവ് ആയി പോയപ്പോഴാണ് ഡിയോക്സി റൈബോസ് ഉണ്ടായത്, അതായത് DNAയിലെ ഷുഗർ ഉണ്ടായത്. റൈബോസ് ഷുഗർ എവിടെയാ നമുക്ക് കാണാൻ പറ്റുക? RNAയില്. ആൻഡ് ഡിയോക്സി റൈബോസ് ഷുഗർ എവിടെയാ നമുക്ക് കാണാൻ പറ്റുക? DNAയിലാണ് കാണാൻ പറ്റുക, ശരിയാണല്ലോ? അപ്പോ RNAന്റെ അകത്തുള്ള ഈ ഷുഗറിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആണ്, ഫ്രീ OH ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും, ഒരു ഫ്രീ OH ഗ്രൂപ്പ് കാണാൻ പറ്റും. ഈ ഫ്രീ OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 2nd കാർബണിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇയാള് മോർ റിയാക്റ്റീവ് ആണ്, മോർ റിയാക്റ്റീവ് ആണ് ദാൻ DNA. അപ്പൊ RNA ഈസ് മോർ റിയാക്റ്റീവ് ദാൻ DNA. അപ്പോ മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇയാളില് പെട്ടെന്ന് ഓൾട്ടറേഷൻസ് വരും. ഓൾട്ടറേഷൻസ് വരുന്നതിനെയാണ്, പെട്ടെന്ന് ഓൾട്ടറേഷൻസ് വരിക എന്നുള്ളതിനാണ് നമ്മൾ RNA ഈസ് മോർ ലാബൈൽ എന്ന് പറയുക, RNA ഈസ് മോർ ലാബൈൽ എന്ന് പറയുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാം ബയോമോളിക്യൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. കാറ്റലിസ്റ്റുകളായിട്ടുള്ള എല്ലാ എൻസൈമുകളും, ഓൾമോസ്റ്റ് എല്ലാ എൻസൈമുകളും പ്രോട്ടീൻ ആണ് എക്സെപ്റ്റ് റൈബോസൈം. റൈബോസൈം എന്ന് പറയുന്നത് ആരാണ്? RNA ആണ്. അപ്പൊ RNAക്ക് കാറ്റലിറ്റിക് ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ കാറ്റലിറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കുന്ന RNA എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ആണ്. അപ്പൊ സ്റ്റെബിലിറ്റി വൈസ് ആരാണ് അടിപൊളി എന്ന് പറയുന്നത്? DNA ആണ്. അപ്പൊ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് മോർ റിയാക്റ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ ചേഞ്ചസ് സംഭവിക്കും, മോർ ലാബൈൽ എന്ന് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇയാള് കാറ്റലിറ്റിക് റോളും കൂടെ ഉണ്ട്. റൈബോസൈം ഒക്കെ RNA കൊണ്ടാണ് ഉണ്ടാക്കിയത്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയുമ്പോഴുള്ള മൂന്നാമത്തെ പോയിന്റ് ആണ് ഇവരിൽ വരുന്ന നൈട്രജൻ ബേസുകളിലുള്ള വ്യത്യാസം. നമുക്കറിയാം തൈമിൻ എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? DNAയിൽ മാത്രമേ തൈമിൻ ഉള്ളൂ. യുറാസിൽ എവിടെ മാത്രം വരുന്ന നൈട്രജൻ ബേസ് ആണ്? RNAയിൽ വരുന്ന നൈട്രജൻ ബേസ് ആണ്.
ഈ യുറാസിലിനെയും തൈമിനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് യുറാസിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടായ ആളാണ് തൈമിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുടെ 5ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് ആരായി മാറുന്നത് തൈമിൻ ആയി മാറുന്നത്. സോ തൈമിനെ നമ്മൾ വേറെ പേരിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്താ? 5-methyl uracil. 5-methyl uracil ആണ് തൈമിൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, യുറാസിലും തൈമിനും കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ഇയാളുടെ 5th കാർബണിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു അഡീഷണൽ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ തൈമിൻ DNA മാത്രമാണല്ലോ ഉള്ളത്. അത് കാരണം ഈ മീഥൈൽ ഗ്രൂപ്പ് തൈമിൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ മീഥൈൽ ഗ്രൂപ്പ് ഒരു അഡീഷണൽ സ്റ്റെബിലിറ്റി DNA കൊടുക്കുന്നുണ്ട്. അഡീഷണൽ സ്റ്റെബിലിറ്റി DNA കൊടുക്കുന്നുണ്ട്. അപ്പം NCERT വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അഡീഷണൽ സ്റ്റെബിലിറ്റി തൈമിൻ ഉള്ളത് കൊണ്ട് DNA കിട്ടാനുള്ള കാരണം എന്താ എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ സ്കോപ്പ് ഫോർ ഡിസ്കഷൻ അല്ല, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. സോ നിങ്ങൾക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. DNA റിപ്പയർ മെക്കാനിസം നിങ്ങൾ ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തൈമിൻ എന്തുകൊണ്ടാണ് യുറാസിലിനെയും കാട്ടിലും അഡ്വാൻറ്റേജ് ഉള്ള ഒരു നൈട്രജൻ ബേസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾ ഇനി ഹയർ ലെവലിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് DNA റിപ്പയർ എന്ന് പറയുന്നത് DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ DNA പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള മിസ്മാച്ച്, അതായത് എയും ടിയും ജിയും സിയും ആണ് തമ്മിൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടക്കേണ്ടത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുമ്പം അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ DNA റിപ്പയർ എന്ന് പറയും. ഓക്കെ, അപ്പം DNA റിപ്പയറിന് പല മെക്കാനിസംസ് ഉണ്ട്. അതിലെ ഒരു DNA റിപ്പയർ മെക്കാനിസം ആണ് ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ DNA റിപ്പയർ മെക്കാനിസം ഉണ്ട്, അതിലെ ഒരാളാണ് ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം. ഈ ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസത്തിൽ ഒരു എൻസൈം വന്നിട്ടാണ് നൈട്രജൻ ബേസിനെ വന്ന് റീപ്ലേസ് ചെയ്യുന്നത്. ആ എൻസൈമിന്റെ പേരാണ് DNA ഗ്ലൈക്കോസിലേസസ്. അപ്പൊ നോക്ക്, DNA ഗ്ലൈക്കോസിലേസസ് എന്ന് പറഞ്ഞ് ഈ എൻസൈമാണ് നൈട്രജൻ ബേസിൽ വരുന്ന മിസ്മാച്ചിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, തൈമിന്റെ മുകളിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മീഥൈൽ ഗ്രൂപ്പാണ് DNA ഗ്ലൈക്കോസിലേസിന് നൈട്രജൻ ബേസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ എൻസൈമിന് നൈട്രജൻ ബേസുകൾ മിസ്മാച്ച് കണ്ടുപിടിക്കണം. ആ എൻസൈം കണ്ടുപിടിക്കാൻ കൂടുതൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ തൈമിനെയാണ്. കാരണം ഈ അഡീഷണൽ ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള മെക്കാനിസം നിങ്ങൾ ഹയർ ലെവലിൽ പഠിക്കും. സോ ഇവിടെ നമുക്ക് NCERT പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, തൈമിനും യുറാസിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് DNA തൈമിൻ ഉള്ളത് കൊണ്ട് തന്നെ യുറാസിലിനെയും കാട്ടിലും ഒരു അഡ്വാൻറ്റേജ്, ഒരു അപ്പർ ഹാൻഡ് DNA ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ DNA റിപ്പയർ മെക്കാനിസത്തിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് തൈമിനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം മച്ച് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയൽ, അതായത് ചേഞ്ചസ് ഒന്നും വരാത്ത ജെനറ്റിക് മെറ്റീരിയൽ, എററുകളൊന്നും സംഭവിക്കാത്ത ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തു, സ്റ്റെബിലിറ്റി നമ്മൾ കണ്ടു, മച്ച് മോർ സ്റ്റേബിൾ ആണ് DNA എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. ആർക്കൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ് DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡ് ആണ്. അതിലെ ഓരോ സ്ട്രാൻഡും പുതിയ DNA ഉണ്ടാവാനുള്ള ടെംപ്ലേറ്റ് ആയി മാറും. ഇനി പുതിയ DNA ഇതിൽ നിന്നും സിന്തസൈസ് ചെയ്യും, സെമി കൺസർവേറ്റീവ് ആയിട്ട് സിന്തസൈസ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ് ഇതിന്റെ അകത്തുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ് DNA റെപ്ലിക്കേഷനിലുള്ള മെക്കാനിസം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതുപോലെ തന്നെയാണ് RNAയും. നോക്ക്, ഒരു RNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് RNA ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്.
RNA ആദ്യം റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നോക്ക്, RNAക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു പുതിയ RNA സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പം ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്ന ടെംപ്ലേറ്റ് RNAയും പുതിയ ഉണ്ടായ RNAയും സെയിം ആണോ? അല്ല, കോംപ്ലിമെന്ററി ആണ്. ഇനി ഈ ഉണ്ടായ പുതിയ RNA സ്ട്രാൻഡ് ഉണ്ടല്ലോ, കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള RNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആള്, അയാൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് പുതിയ ഒരു RNA ഉണ്ടാവും. പുതിയൊരു RNA ഉണ്ടാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ RNAs അയാൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ആദ്യം ഒരു RNA ഉണ്ട്, ആ RNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാവും. ആ RNAയിൽ നിന്നും അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒട്ടനവധി RNAകൾ ഉണ്ടാവും. ഇപ്പൊ RNA റെപ്ലിക്കേഷൻ നടന്നു. ഇങ്ങനെയാണ് RNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഞാൻ ഇവിടെ പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ബേസ് പെയറിങ് DNA-ക്കും RNA-ക്കും ആപ്ലിക്കബിൾ ആണ്. സോ RNA റെപ്ലിക്കേഷനിലുള്ള മെക്കാനിസം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ അവിടെയും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ്. ഞാൻ എന്താ അതിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എന്താ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ്? ഇവിടെ A pairs with U and G ബേസ് പെയർസ് വിത്ത് C. ഈ കോംപ്ലിമെന്ററി ബേസ് പെയറിങ് RNA-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്ക്, ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA അല്ലേ ഉണ്ടാവുന്നത്, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഉണ്ടായ RNA എന്ന് പറയുന്നത് ഇതിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പൊ ഈ കോംപ്ലിമെന്ററി ബേസ് പെയറിങ് RNA-ക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് 2015. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലേ ഉള്ളൂ, കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ഒന്നും RNA-യിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. അപ്പം RNA-ക്ക് ആപ്ലിക്കബിൾ അല്ലാത്ത കാര്യങ്ങൾ ഏതായിരുന്നു എന്നായിരുന്നു 2015 ചോദിച്ച ചോദ്യം. അതിൽ ഷെർഗാസ് റൂൾ ആണ് വരുന്നത്. ഷെർഗാസ് റൂൾ നമുക്കറിയാം DNA-യിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് RNA-യിൽ ആപ്ലിക്കബിൾ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ RNA റെപ്ലിക്കേഷൻ്റെ ഒന്നും മെക്കാനിസം നിങ്ങൾ ഒരിക്കലും അറിയേണ്ടതില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി അപ്പം എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് DNA-യും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് RNA-യും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. NCERT-യിൽ ഈ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് ആയിട്ടാണ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ആദ്യത്തെ പോയിന്റ് ആയിട്ടാണ് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് NCERT-യിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഒരിക്കലും പ്രോട്ടീൻ നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ വെച്ച് തന്നെ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നെ ഫോളോ ചെയ്യുന്നില്ല എന്ന് NCERT-യിൽ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ആയതുകൊണ്ടാണ് NCERT-യിൽ അങ്ങനെ സംസാരിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ DNA-ക്കും RNA-ക്കും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ പ്രോട്ടീന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് എബിലിറ്റി ടു മ്യൂട്ടേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, ഈ RNA റെപ്ലിക്കേഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്. ഓക്കെ, ആ RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസിന് ഒരു പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഇല്ല, അതായത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ RNA കോപ്പി ചെയ്യുന്ന സമയത്ത് എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്, മ്യൂട്ടേഷൻ ഉള്ള റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ RNA-ക്കാണോ DNA-ക്കാണോ മ്യൂട്ടേഷൻ ഉള്ള റേറ്റ് കൂടുതൽ എന്ന് ചോദിച്ചാൽ RNA-ക്കാണ് DNA-നെക്കാട്ടിലും മ്യൂട്ടേഷൻ റേറ്റ് കൂടുതൽ. അപ്പൊ നോക്ക്, RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്ന വൈറസുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അവരുടെ മ്യൂട്ടേഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. മ്യൂട്ടേഷൻ റേറ്റ് കൂടുതലുള്ള ഒരു ഓർഗാനിസം ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യും. സോ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യും. ശരിയാണല്ലോ? അതിനുള്ള എക്സാമ്പിൾ ആണ് HIV വൈറസ്, എയ്ഡ്സ് പരത്തുന്ന വൈറസ് ആണ്. അതേപോലെ നമ്മളുടെ കൊറോണ വൈറസ്. ഇത്തരത്തിലുള്ള RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളൊക്കെ പെട്ടെന്ന് ഇവോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള വാക്സിന്റെ എഫിക്കസി ഭയങ്കര കുറവായിരിക്കും.
ശരിയല്ലേ? പുതിയ പുതിയ വേരിയേഷൻസ്, പുതിയ പുതിയ വേരിയൻസ് അവര് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇവർ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക വാക്സിൻ ഒരു സമയത്ത് ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പം ഇവരില് ചേഞ്ചസ് വന്നുകൊണ്ട് ഇവരുടെ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വാക്സിൻ ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറാറുണ്ട്. അപ്പം വൈറസിനെതിരെയുള്ള വാക്സിൻ എഫിക്കസി കുറവായി, അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ എഫിഷ്യൻസി കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ RNA ജനറ്റിക് മെറ്റീരിയലില് മ്യൂട്ടേഷൻസ് പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് തന്നെ വൈറസ് പോലെയുള്ള RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഇവോൾവ് ഫാസ്റ്റർ. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു എക്സ്പ്രസ് മെൻഡീലിയൻ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്. നോക്ക്, ഒരു RNA ജനറ്റിക് മെറ്റീരിയലുള്ള ഓർഗാനിസത്തിന് RNAയിൽ നിന്നും നേരിട്ട് പ്രോട്ടീന് ഉണ്ടായി, അതായത് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ ആക്കാൻ പറ്റും. ഇനി നമ്മളെ പോലെയുള്ള DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ആളാണെങ്കിലോ DNA ഈസ് ഫസ്റ്റ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു RNA. ശരിയല്ലേ? ആദ്യം RNA ആക്കി മാറ്റണം, എന്നിട്ട് ആ RNA ആണ് പ്രോട്ടീൻ ആവേണ്ടത്. സോ നോക്ക്, ക്യാരക്ടേഴ്സ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ട്ലി പ്രോട്ടീൻ ആണ്. ഇനി DNA ജനറ്റിക് മെറ്റീരിയൽ ആയാലും RNA ജനറ്റിക് മെറ്റീരിയൽ ആയാലും ആദ്യം എന്തായിട്ട് മാറണം? RNA ആയിട്ട് മാറണം. ശരിയല്ലേ? DNA ജനറ്റിക് മെറ്റീരിയൽ ആള് ആദ്യം RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യണം. RNA മാത്രമേ പ്രോട്ടീൻ ആയിട്ട് മാറുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോട്ടീൻ ആയി മാറണമെങ്കിൽ എന്തായാലും RNA ആവണം. അതായത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള മെഷീനറീസ് ഇവോൾവ് ചെയ്തത് RNAക്ക് അറൗണ്ട് ആയിട്ടാണ്. ശരിയല്ലേ? DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും RNA ആയിട്ട് മാറിയാൽ മാത്രമേ ആ പ്രോട്ടീൻ സിന്തസിസ് നടക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന മെക്കാനിസം, പ്രോട്ടീൻ സിന്തസിസിന്റെ മെക്കാനിസം അല്ലെങ്കിൽ മെഷീനറീസ് ഇവോൾഡ് എറൗണ്ട് RNAക്ക് അറൗണ്ട് ആയിട്ടാണ് ഈ പ്രോട്ടീൻ സിന്തസിസിന്റെ മെഷീനറീസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി RNAയും DNAയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ നല്ലത്? RNA ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ ഉണ്ടാവും. DNA ആണെങ്കിൽ RNA ഉണ്ടായിട്ട് വേണം പ്രോട്ടീന് എക്സ്പ്രസ് ചെയ്യാൻ, പ്രോട്ടീനായി മാറാൻ. അപ്പൊ ഏതാണ് എളുപ്പം? RNA ആണ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. DNA ആണെങ്കിൽ വളഞ്ഞ് മൂക്ക് പിടിക്കണം അല്ലേ? RNA ആയിട്ട് വേണം പ്രോട്ടീനായി മാറാൻ. അപ്പൊ ഇനി നമ്മൾ 4 പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു. 4 പ്രോപ്പർട്ടീസും RNAയും DNAയും കമ്പയർ ചെയ്തു. ഇനി നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് കൺക്ലൂഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോറേജ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ വേണം. അതായത് ആ അവാർഡ് നമ്മൾ കൊടുക്കേണ്ടത് DNAക്കാണ്. അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷന്റെ സ്റ്റോറേജ് എന്നുള്ള അർത്ഥത്തിൽ DNA ആണ് അടിപൊളി ജനറ്റിക് മെറ്റീരിയൽ. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും അടിപൊളി ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടു, ആരാണ്? RNA ആണ്. RNAയിലുള്ള ഇൻഫർമേഷൻ നേരിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. DNAയിലുള്ള ഇൻഫർമേഷൻ RNA ആയി ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങളുടെ സജഷൻസും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.